ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ നാളെ തൊട്ട് വൃശ്ചികം 1 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ശബരിമലക്കാരുടെ സീസൺ ആയിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പനെ കാണാൻ വേണ്ടിയുള്ള വ്രതം കാറിലൊക്കെ തുടങ്ങുന്ന നാളെയാണ്. അപ്പോൾ ഞാനും പോകുന്നുണ്ട് ഈ വർഷം ശബരിമലയ്ക്ക്. അപ്പോൾ അത് ഇന്ന് തൊട്ട് നമ്മൾ അതിൻ്റെ തുടക്കം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹൗസ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ, അതായത് എല്ലാ ഐറ്റംസും കഴുകി വൃത്തിയാക്കി അടിച്ച് തുടച്ച് വൃത്തിയാക്കണം നമ്മൾ നൊയമ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വൈകിട്ട് പോയി നമ്മൾ അമ്പലത്തിൽ പോയി പുണ്യാക്ക് മേടിച്ച് എല്ലാവരുടെയും തളിച്ച് ഇന്നോട്ട് നൊയമ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത ഞായറാഴ്ച തൊട്ട് ഞാൻ മാലിടും. പിന്നെ ഞങ്ങൾ പോണത് ഡിസംബറിലാണ് മലയ്ക്ക് പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്ലീനിങ്ങും അതുപോലെ ശബരിമലയ്ക്ക് ഞങ്ങൾ എന്തെല്ലാം തയ്യാറെടുപ്പ് എടുക്കുന്നതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാനും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നേരെ പോവാം ശബരിമല വീഡിയോയിലേക്ക്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ശബരിമലയ്ക്ക് കൊണ്ടുപോകാനുള്ള ഇരുമുടിക്കെട്ട്, അതുപോലെ പുതപ്പ്, പിന്നെ സഞ്ചി, എല്ലാ ഐറ്റംസ് നമ്മളിത് എക്സ്പ്രസ് വാഷിലിട്ട് കഴുകിയിട്ടുണ്ട്. 10 മിനിറ്റ് നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്ത തുണികളൊക്കെ കഴുകാനായിട്ട്. ഓക്കെ, അപ്പോൾ കറുത്ത മുണ്ട്, പിന്നെ എന്തിട്ടാ ഇരുമുടി സഞ്ചി, പിന്നെ തോൾ സഞ്ചി, തോർത്തുമുണ്ട്, പിന്നെ ഇരുമുടിക്കെട്ടിന്റെ 3 തുണികളും. അതാണ് നമുക്ക് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഭാഗം കഴിക്കാറുണ്ട് കേട്ടോ. ഇന്നലത്തെ ഡ്രസ്സൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഉണങ്ങി വന്നിട്ട് വേണം അടുത്തത് ഇടാനായിട്ട്. അപ്പോൾ തോരിട്ടിട്ട് ഇനി നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ, ബെഡ്ഷീറ്റ് മറ്റുള്ള തുണികളൊക്കെ കൂടി. അപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്ന തുണികൾ വേറെ കഴുകിയ. അപ്പോൾ ഇനി നമ്മുടെ സാധാരണ നോർമലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളെല്ലാം തന്നെ നമ്മൾ കഴുകാൻ പോവാണ് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഇത് നമ്മുടെ തുണികളാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന തുണികളൊക്കെ ആയിരുന്നു. അതൊക്കെ ഒരു അലക്കിയിട്ടതാണ്. എന്നാലും നമ്മൾ ശബരിമലയ്ക്ക് പോകണേക്കാൻ മുമ്പ് നമ്മളിതെല്ലാം വീണ്ടും അലക്കും കേട്ടോ. എത്ര അലക്കിയിട്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യണതും അതുപോലെ ഒരുവിധം ഉപയോഗിക്കുന്ന എല്ലാ ഡ്രസ്സും നമ്മൾ ഒന്നേന്നിട്ട് അലക്കിയിടും. അപ്പോൾ തലോണ കവർ, നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ്, ബെഡ്, ഇനി ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. ഇനി എല്ലാം താഴെ പായലൊക്കെയാണ് കിടപ്പ്. അപ്പോൾ അതെല്ലാം അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് വ്രതം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം അയ്യപ്പ സ്വാമിനെ കാണാൻ പോകാനായിട്ട് ഇത്തിരി കടുപ്പമായ വ്രതം തന്നെയാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ എല്ലാ അയ്യപ്പന്മാരും പോവാറ് കേട്ടോ. അപ്പോൾ ഇച്ചും കൂടിയിട്ടൊന്നും കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരുമിച്ച് കുളിക്കാനുള്ള പ്ലാനില്ല. ഇപ്പൊ സമയം ഏകദേശം 12 മണി കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ ചെയ്യുന്നു. പുളിയും ദേവാലൊക്കെ അത് കഴിഞ്ഞിട്ട് മതി എന്നുള്ള പ്ലാനിങ്ങിലാണ്. പിന്നെ ഈ കിടക്കുന്നത് നമ്മുടെ വാട്ടർ പ്രൂഫ് ബെഡാണ്. സോറി, വാട്ടർ പ്രൂഫിന്റെ ഇതാണ്, ബെഡ്ഷീറ്റാണ്. അതും ഒറ്റയ്ക്ക് കഴുകാനേ പറ്റും. ഇതെല്ലാം കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ പോണേ കേട്ടോ. 2ാം ഘട്ടം അലക്കാൻ കയറിയിട്ട്. അപ്പോൾ 2, 3, 4 വട്ടം അലക്കേണ്ടി വരുന്നു അലക്കണമെങ്കിൽ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ തുണികൾ മാത്രം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ട്രിപ്പിൽ. പിന്നെ പുതപ്പ് ഒറ്റയ്ക്ക് ഇടാൻ പറ്റുള്ളൂ. കാരണം ഈ പുതപ്പ് ഏകദേശം ഇതിപ്പം തന്നെ തൂക്കണ്ട് 6-7 കിലോ. ഇനി അതിനോട് വെള്ളം കൂടെ കഴിഞ്ഞ് 10-30 കിലോ തൂക്കം വരും. അപ്പോൾ ഒരാൾ ഇവിടെ ഇന്ന് കുളിക്കാനൊക്കെ നേരം വൈകിട്ട് കിടന്ന് കാണിക്കണ്ടില്ലേ. ഇച്ചു കൈ വാവു വേണ്ടി പറ്റി വാവു നോക്കട്ടെ. മോൻ്റെ വാവു ഇച്ചുവിന് ഇന്നലെ കൈ പൊള്ളിട്ടാ. ഇച്ചു ഇന്നലെ എൻ്റെ കൂടെ പണിയായിരുന്നിട്ട് സോൾട്ടറിങ്ങായും കൊണ്ട് കൈ പൊള്ളി. തുറണ്ട പൊട്ടും. ചവിട്ടികൾ, നമ്മൾ അലക്കണ ചവിട്ടി കൂട്ടുന്ന അടുക്കളത്തെ ചവിട്ടികൾ, ബാത്റൂമിലത്തെ ചവിട്ടികൾ ഒക്കെ കൂടിയാണ് നമ്മൾ കഴുകാൻ. അപ്പോൾ 3-4 ചവിട്ടികളൊക്കെ കൂടി. ഇതൊക്കെ നമ്മൾ പുറത്ത് അലക്കല്ലായിട്ട് കഴുകാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാനും കൂടിയിട്ട് അലക്കാനായിട്ട് പഠിക്കും. നമ്മളിത് കഴിഞ്ഞ 3 ദിവസം മുമ്പ് കഴുകിയപ്പോൾ എല്ലാ വണ്ടി ഒരുമിച്ച് കഴിയാറുണ്ട്. അതേ വണ്ടിയൊക്കെ നല്ല സുന്ദരനാക്കി വെച്ചിട്ടുണ്ട്. ഈ വണ്ടി നമ്മൾ വർക്കിനുള്ള വണ്ടിയൊക്കെ നമ്മൾ കഴുകി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാറും സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. കാറ് സുന്ദരനാക്കിയിട്ടുണ്ട്. ചവിട്ടിയെടുക്കാം. കാറൊക്കെ അടിപൊളിയാക്കി കഴിയാൻ നമ്മൾ ഇട്ടുണ്ടാകും. 3 വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ പുറത്താണ് അലക്കല്ല് സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇനി അലക്കല്ലിലാണ് ചവിട്ടി അലക്ക്. ആ പൈപ്പ് എടുക്കാം. എന്തോ അപ്പോൾ റെഡി ഉണ്ട്. എന്നാ ഇച്ചാമുണ്ട് കൂടെ അലക്കാനായിട്ടുണ്ട്. ഇച്ചാൻ പണികളൊക്കെ എടുക്കും. പഠിക്കാൻ മടി വെച്ചാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇത് ഓട്ടോറിക്ഷ നമ്മുടെ തൊട്ടടുത്ത ചേട്ടൻ്റെ വീട്ടിലത്തെ ഓട്ടോറിക്ഷ കേട്ടോ. പുള്ളിക്കാരൻ വണ്ടി ഇവിടെ ഇറങ്ങേ. അപ്പോൾ മുണ്ടൊക്കെ സെറ്റാക്കി ഇതൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. മുണ്ടും അതുപോലെ നമ്മുടെ ശബരിമലയുടെ ഇരുമുടിക്കെട്ടിൻ്റെ തുണിയും കിട്ടുന്നത്. അപ്പോൾ ചവിട്ടികളൊക്കെ നമ്മൾ മുകളിലായിട്ട് ഇട്ടേട്ടോ, വാർക്കപ്പുറത്ത്. അപ്പോൾ അവിടെ ആകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നല്ല വെയിലും നല്ല കാറ്റുള്ളത് കാരണം ഇതൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ചവിട്ടി താഴെ അഴയമിടാനായിട്ട് കനം കൂടുതലാന്ന് പറഞ്ഞ് മുകളിൽ വന്നിട്ടേക്കണേണ്. അങ്ങനെ 2ാമത്തെ റൗണ്ട് അലക്കി വന്നിട്ട് നമ്മുടെ ഡ്രസ്സുകൾ അലക്കി കഴിഞ്ഞു. ഇനി നമ്മളിത് ബെഡ്ഷീറ്റും കിടക്ക തുണികളും അതുപോലെ തലോണ തുണികൾ ഇത് അലക്കിയിട്ട് വേണം ഇവൻ അലക്കാനായിട്ട്. പിന്നെ എല്ലാ പണിയും അവള് ചെയ്തു എന്ന് വാദിക്കും രാത്രി ഇരുന്നിട്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് തുണി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറ പിടിച്ചുതരാൻ പറഞ്ഞപ്പോൾ ക്യാമറ പിടിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ തുണി ഇടണത്. അല്ലെങ്കിൽ എനിക്ക് അവള് തന്നെ പണിയെടുത്തുകൊണ്ട് പണികൾ ഞാനോട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തുണിയൊക്കെ അലക്കി വന്നതൊക്കെ അഴയിൽ തോരുന്നത് ഞാനാണ്. അവള് പറയും ഒക്കെ ഞാനാ ചെയ്തതെന്ന്. അങ്ങനത്തെ നല്ല മുതലാ. അപ്പോൾ സാധനമൊക്കെ നമുക്കും പറ്റുന്നതൊക്കെ
അപ്പോൾ ഇതേ തോർത്തുമുണ്ടും സാധനങ്ങളൊക്കെ ഇതേ അഴയിൽ തൂക്കിയിട്ടുണ്ട്. ആഴ എണ്ണം കുറവാണ്. ആഴ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി വന്ന കാരണം നമുക്ക് തുണികൾ ഇത്രയും വന്നത്. അല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു അഴയ്ക്കുള്ള തുണികൾ ഉണ്ടാവുള്ളൂ. കാരണം ഞങ്ങളുടെ 3 പേരുടെ ഡ്രസ്സല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ആഴ കുറവായിപ്പോയി. അങ്ങനെ അലക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വീടൊന്ന് പതിയെ ഒന്ന് തുടച്ചെടുക്കാം. വീട് പതികം പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വരുന്ന സമയത്ത് ഇവർ നമ്മുടെ ഓണേഴ്സ് വീടൊക്കെ അടിപൊളിയാക്കി അടിച്ച് വാരി തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വീടാം. അത് കാരണം നമുക്ക് പ്രാവശ്യം മാറാമ്പല കാലമൊന്നും അടിക്കാനില്ല. പിന്നെ റോഡ് സൈഡ് അല്ലാത്തതുകൊണ്ട് തന്നെ പൊടിശല്യം വളരെ കുറവാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ ഒരുവിധം ഭാഗത്തൊക്കെ നമ്മൾ ചൂലും കൊണ്ടൊന്ന് അടിച്ച് സെറ്റാക്കി എടുത്തു. കാരണം മാറാമ്പല ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളിതൊന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ പെണ്ണുമ്പിള്ളേക്ക് കയ്യെത്താത്തോടത്തൊക്കെ ഞാൻ ചൂലും കൊണ്ട് പോയി ഫാനിൻ്റെ സൈഡിലൊക്കെ ഇച്ചിരി മാറാമ്പലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും ചെയ്യല്ലേ എന്നുള്ള രീതിയിൽ അതൊക്കെ ചെയ്ത് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി തുടച്ച് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തോടു കൂടി വ്രതം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ പരിപാടികളെല്ലാം തീർത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഇച്ചുവിനെ കുളിപ്പിച്ചു കേട്ടോ. ഇച്ചുവിനെ കുളിപ്പിച്ചതേ കിടത്തിയിട്ടുണ്ട്. കാരണം ഇച്ചു സമയം വൈകിയിട്ടുണ്ട്, വിശപ്പൊക്കെ തുടങ്ങിയ ആൾക്ക്. അങ്ങനെ ഇച്ചു ഇതേ അവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഇത്രയൊക്കെയാണ് നമ്മൾ തുണികളിന്ന് കഴുകിയിട്ടത് കേട്ടോ. ഒരുവിധം എല്ലാ തുണികളും നമ്മളിന്ന് കഴുകിയിട്ടുണ്ട്. ഇനി അലമാരിയിരിക്കുന്ന തുണികൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം തൽക്കാലം കഴുകണില്ല. പിന്നെ ഇച്ചുവിന് ഇതേ ചോറ് കൊടുത്ത് ഇച്ചുവിനെ സെറ്റപ്പാക്കി. കാരണം ഇച്ചു ഒരു 12 കൂടി ചോറുകൊണ്ടുള്ള ആളാണ്. അങ്ങനെ വീടും പരിസരമൊക്കെ അതേ അടിച്ച് വാരി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുടയ്ക്കണം. അപ്പോൾ തുടപ്പൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയും ബെഡ്റൂമും ഹാളൊക്കെ അടിച്ച് വാരി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഭാര്യ തുടക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പരിപാടി. ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇനി കുളിക്കാം, ചോറുണ്ണ, ഒന്ന് റെസ്റ്റ് എടുക്കുക. വൈകിട്ട് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പുണ്യാഹമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് സ്വാമി വരെ അങ്ങനെ ഞങ്ങൾ ചോറുണ്ണാനുള്ള സെറ്റ് കൂടി ചോറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വ്രതം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള വീട്ടിലെ തയ്യാറെടുപ്പ്. അപ്പോൾ പല നാട്ടിലും പല രീതിയിലാണ്. നമ്മളിങ്ങനെയൊക്കെയാണ് എല്ലാ വർഷവും ചെയ്യാറ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി ശബരിമല വിശേഷമൊക്കെ പുറകെ കാണാം. ഇന്നോട്ട് ശബരിമല യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ റെഡി ആയപ്പോൾ ഞങ്ങൾ അടിപൊളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ചോറുണ്ട്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ കേട്ടോ. ഓക്കെ.